السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സൂറത്തുൻ നാസിആത്തിലെ 26 വചനങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കിയത്. സൂറത്തുൻ നാസിആത്ത് അതിൻ്റെ യഥാർത്ഥ കാമ്പിലേക്ക് ഇനി പ്രവേശിക്കുകയാണ്. അതാണ് 27-ാമത്തെ വചനം മുതലുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ. അഅൻതും, അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ, ആ എന്ന് പറഞ്ഞാൽ ആണോ. അപ്പോൾ അഅൻതും നിങ്ങളാണോ, അഷദ് ഷദീദ് എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളത്, പ്രയാസമുള്ളത്, കഠിനമുള്ളത് എന്നൊക്കെയാണല്ലോ ഷദീദ്. ഷദീദുൽ അദാബ്, ഷദീദുൽ ഇഖാബ് എന്നൊക്കെ നമ്മൾ ഖുർആനിൽ കേൾക്കുന്നുണ്ടല്ലോ. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് എന്ത്? അഷദ് എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്, ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്, ഏറ്റവും കൂടുതൽ കഠിനമായത്, അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഖൽഖൻ സൃഷ്ടിപ്പിൽ, ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ്, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, അതിൻ്റെ നൗൺ ഫോമാണ് എന്ത്? ഖൽഖ്. അതല്ല, എന്ന് പറഞ്ഞാൽ അതല്ല, അല്ലെങ്കിൽ അതാണോ എന്നൊക്കെയാണ്. ആണോ അല്ലേ എന്നൊക്കെയുള്ള അതല്ല. അസ്സമാഉ ആകാശമാണോ. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടാൻ കൂടുതൽ പ്രയാസമുള്ളവൻ, അതല്ല ആകാശമാണോ. ബനാഹ, ബന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്ന. ബനാഹ, ഹ എന്ന് പറഞ്ഞാൽ അതിനെന്ന് പറഞ്ഞാൽ ആകാശത്തെ. ബനാഹ അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു, അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടാൻ കൂടുതൽ പ്രയാസമുള്ളവൻ, അതല്ല ആകാശമാണോ. ബനാഹ അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു. ഇതൊരു ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം ഉത്തരം പറയാനുള്ള ചോദ്യമല്ല. ഖുർആനിൽ പല ചോദ്യങ്ങളും ഉത്തരം പറയാനുള്ളതല്ല, മറിച്ച് നിഷേധിക്കുന്ന ആളുകളോടുള്ള ഒരു ചോദ്യമാണ്. സുആലുൻ ഇസ്തിൻകാരി എന്ന് പറയും അറബിയിൽ. നിഷേധിക്കുന്നവരോട് ഉള്ള ചോദ്യമാണ്. ഇവിടെ ഈ സൂറത്തിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഇവർ ഈ മക്കയിലെ മുശ്രിക്കുകൾ പുനരുദ്ധാനത്തെ, പുനരുജ്ജീവിതത്തെ കളവാക്കി, ഖിയാമത്തിനെ കളവാക്കി നിഷേധിച്ചു. അവരുടെ ചോദ്യം തന്നെ അതായിരുന്നല്ലോ, ഞങ്ങളെല്ലും മണ്ണുമൊക്കെ ആയി നുരുമ്പിപ്പോയാൽ പിന്നെ ഞങ്ങളെ മടക്കി കൊണ്ടുവരാൻ പറ്റുമോ, എന്തായി പറയണത് എന്നായിരുന്നല്ലോ അവസാനം പറഞ്ഞ വാചകം. മനസ്സിലായില്ലേ? അപ്പം അവരോടുള്ള ഒരു ചോദ്യമാണ്. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ നിങ്ങളാണോ സൃഷ്ടിക്കാൻ കൂടുതൽ പ്രയാസമുള്ളത്, അതോ ആകാശമാണോ? എന്നിട്ട് ആ ആകാശത്തെ അവൻ സൃഷ്ടിച്ചില്ലേ? അപ്പോൾ ഇവിടെ ഈ ചോദ്യം സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ, അള്ളാഹുവിൻ്റെ കഴിവിനെ, സൃഷ്ടിപ്പിലുള്ള കഴിവിനെ ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി
ചോദിക്കുന്ന ചോദ്യമാണ്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് മരണശേഷം വീണ്ടും മനുഷ്യരെ ഇതുപോലെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് പ്രയാസമാണ് എന്നാണല്ലോ. എങ്കിൽ നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ. ആകാശം മനുഷ്യനെന്ന ഈ ചെറിയ വസ്തുവിനേക്കാൾ എത്രയോ വലുതല്ലേ, എത്രയോ ശക്തിയുള്ളതല്ലേ, എത്രയോ വിശാലമായതല്ലേ. അതിനെ അള്ളാഹു ഒരു പ്രയാസവും കൂടാതെയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ആകാശത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് ഈ ദുർബലനായ മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കാനാണോ പ്രയാസം? ശരിക്കും അവരുടെ ബുദ്ധിയോടുള്ള ചോദ്യമാണ്, അവരുടെ ബുദ്ധിയെ ഉണർത്താൻ വേണ്ടി. അവർക്ക് കുറച്ചെങ്കിലും അവരുടെ തലച്ചോറിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കും. അതാണ്. നോക്കൂ, നമ്മൾ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ആകാശത്തേക്ക് ഒരു സെക്കൻഡ് സമയം നോക്കിയാൽ മതി, നമ്മുടെ ഹൃദയം സൃഷ്ടാവിനെക്കുറിച്ചുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള ഗാംഭീര്യം കൊണ്ട് നിറയാൻ. ആകാശത്തിൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ രൂപം ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ സൂറത്തു നബയിലും പഠിച്ചല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ സൃഷ്ടിച്ച രൂപം ഒരു തൂണില്ലല്ലോ. അതാണ് ഖുർആൻ എടുത്തു പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം. ഒരു തൂണില്ല, നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണുന്ന ഒരു പില്ലറുമില്ലാതെ. അപ്പോൾ അതുപോരെ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? അപ്പോൾ അവരോടാണ് ചോദ്യം. മറ്റൊരു സ്ഥലത്ത് സൂറത്ത് ഗാഫിറിൽ അള്ളാഹു പറയുന്നുണ്ട്, ലഖൽഖുസ് സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിന്നാസ്. സൂറത്ത് ഗാഫിറിൽ 57-ാമത്തെ വചനമാണ്. ലഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പാണ് അക്ബർ, ഏറ്റവും വലുത്. എന്തിനേക്കാൾ? മിൻ ഖൽഖിന്നാസ്, മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ. സൂറത്ത് യാസീനിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അത് ചോദ്യമാണ്. അവലൈസല്ലദീ, അവലൈസ ആ ചോദ്യമാണ്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിർ, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവൻ കഴിവുള്ളവനല്ലേ? അലാ അൻ യഖ്ലുഖ മിസ്ലഹും, കഴിയില്ലേ? ബല, കഴിയും. നിങ്ങളെയൊക്കെ സൃഷ്ടിക്കാൻ കഴിയും, വീണ്ടും സൃഷ്ടിക്കാൻ കഴിയും. കാരണം വഹുവൽ ഖല്ലാഖ്. ഖല്ലാഖ്, ഖാലിഖ് എന്നല്ല അവിടെ പറഞ്ഞത്, ഖല്ലാഖ് എന്ന്. ഖല്ലാഖ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കുന്ന ആണ് ഖല്ലാഖ്, അല്ലെങ്കിൽ ഖാലിഖ് മതിയായിരുന്നു. വഹുവൽ ഖല്ലാഖുൽ അലീം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ആകാശം. റഫഅ സംകഹാ ഫസവ്വാഹാ, റഫഅ സംകഹാ ഫസവ്വാഹാ. ആകാശത്തെക്കുറിച്ച് തന്നെ പറയുന്നത്. റഫഅ, അവൻ ഉയർത്തി. സംകഹ, അതിൻ്റെ വിധാനം, ഏറ്റവും ഉന്നതി. സംഖ്, റഫഅ സംകഹ, സംഖ് എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ വിധാനം. ഫ, അങ്ങനെ സവ്വാഹ, സവ്വ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥപ്പെടുത്തി. സവ്വാഹ, അതിനെ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. റഫഅ സംകഹ, റഫഅ സംകഹ ഫസവ്വാഹ. റഫഅ സംകഹ, അതിൻ്റെ വിധാനം അവൻ ഉയർത്തുകയും, ഫസവ്വാഹ, അങ്ങനെ അതിനെ അവൻ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. റഫഅ സംകഹ ഫസവ്വാഹ എന്ന് പറഞ്ഞാൽ ഏതാ? ആകാശമാണ്. റഫഅ സംകഹ, സംകഹ, ഏറ്റവും ഉയരം കൂടിയ വസ്തു ഏതാ? ഏറ്റവും ഉയരം കൂടിയത് ഏതാ? ആകാശം. നമ്മൾ തന്നെ പറയില്ല ആകാശത്തോളം ഉയരം എന്നാ പറയില്ല. ഏറ്റവും ഉയരം, അതാണ് സംഖ് എന്ന് പറഞ്ഞാൽ. സംഖ് എന്ന് പറഞ്ഞാൽ അത് ആലിയത്തുൽ ബുനിയാൻ, ഏറ്റവും ഉയരം കൂടിയ വസ്തുവാണ്. ഏറ്റവും ഉയരം കൂടിയ, അതിനാണ് പറഞ്ഞത്. അത്ര ഉയരത്തിലായിട്ട് പില്ലറില്ല, ചുമരില്ല, ഒന്നുമില്ല. ഭയങ്കര സംഭവമല്ലേ? മനസ്സിലായില്ലേ?
ഉയർന്നു നിൽക്കുകയാണ്, ഏറ്റവും ഉയരത്തിൽ, ഒരു പില്ലറും ഇല്ലാതെ. പില്ലറുണ്ട്, പക്ഷേ നമ്മുടെ കണ്ണിനെ കൊണ്ട് കാണുന്ന പില്ലറില്ല എന്ന് മാത്രം. റഫഅ സംകഹ, പോരെ ചിന്തിക്കാൻ. മാത്രമല്ല ഫ സവ്വാഹ, ഫ സവ്വാഹ, അതിനെ വ്യവസ്ഥപ്പെടുത്തി, അതിനെ വളരെ കൃത്യമായി വ്യവസ്ഥപ്പെടുത്തി. എന്തൊക്കെ അത്ഭുത ആകാശത്ത്. മനുഷ്യനാകെ കണ്ടത് ഈ ഉപരിതല ആകാശം മാത്രമാണ്. അവിടെ തന്നെ എത്ര സമാ ഉദ്ദുന്യ എന്ന് പറയില്ലേ, സൂറത്ത് മുൽക്കിൽ പറയുന്നുണ്ട് സമാ ഉദ്ദുന്യ. അവിടെയാണ് എല്ലാ നമ്മൾ കാണുന്ന കുറേ അത്ഭുതങ്ങൾ, നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, മേഘം ഉരുണ്ടുകൂടുന്നത്, മഴ പെയ്യുന്നത്, എന്തൊക്കെ സംഭവം. അതിനേക്കാളൊക്കെ ഉപരി ഒരായത്തിൽ അല്ലാഹ് പറയുന്നുണ്ട് വജഅൽന അസ്സമാഅ സഖ്ഫൻ മഹ്ഫൂളൻ, ആകാശത്തെ നാം നിങ്ങൾക്ക് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള സഖഫ് ആക്കിയില്ല. സഖഫ് എന്ന് പറഞ്ഞാൽ മേൽപ്പുരാന്ന്. ഭയങ്കര അത്ഭുതം. നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയുള്ള മേൽപ്പുരയാണ്. കാരണം ഈ ആകാശത്ത്, നമ്മൾ താഴെ കാണുന്ന ആകാശത്തിൻ്റെ മുകളിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസുകൾ, ഒരുപാട് രാസപ്രവർത്തനങ്ങൾ. ഇതിനൊന്നും ഒരു വിഷാംശവും എങ്ങോട്ട് വരുന്നില്ല, ഭൂമിയിലേക്ക് വരുന്നില്ല. ആരാ തടഞ്ഞു നിർത്തിയത്? ആകാശമാണ്. ആകാശത്തുള്ള പാളികളാണ്. ആമസോൺ പാളികളെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. പാളികളാണ്. ആ പാളികൾ ആരുണ്ടാക്കി? അതാണ് വജഅൽന അസ്സമാഅ സഖ്ഫൻ മഹ്ഫൂളൻ എന്ന് പറഞ്ഞു. അതൊക്കെ അതിൻ്റെ വ്യവസ്ഥയിൽപ്പെട്ടതാണ്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളാണ് ആകാശത്തുള്ളത്. മനുഷ്യനാകെ കണ്ടിട്ടുള്ളത് 7 ആകാശങ്ങളിലെ ഏറ്റവും താഴെയുള്ള ആകാശത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രമേ മനുഷ്യൻ്റെ ഗവേഷണം പോയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റൂല, കഴിയില്ല. എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ അപ്പുറത്ത് എന്ന് പറയാൻ പോലും സാധിക്കില്ല. അത്രയും അത്ഭുതമാണ്. അത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ വിവരങ്ങളേ ഉള്ളൂ. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ഈ പോകുന്ന ആളുകളൊക്കെ പോകുന്നത് ബഹിരാകാശം, ശൂന്യാകാശം എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് ഈ ഒരു ചെറിയ വട്ടത്തിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ടാണ് അത്ഭുതങ്ങൾ മുഴുവനുള്ളത്. ഒന്നാമത്തെ ആകാശത്തിൻ്റെയും രണ്ടാമത്തെ ആകാശത്തിൻ്റെയും ഇടയിലുള്ള ദൂരം റബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട് 500 മസീറത്ത് ആം. അങ്ങോട്ട് ആരും എത്തിയിട്ടില്ല. 500 വർഷം ഒരു അതിവേഗത്തിൽ ഓടുന്ന ഒരു വാഹനത്തിൽ കയറി ഓടിയാൽ എത്തുന്ന ദൂരം എത്രയാണോ അത്ര. അങ്ങനെ എല്ലാ ആകാശങ്ങളുടെയും ഇടയിൽ അങ്ങനെ ഉണ്ട്, അത്രയും ദൂരം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒന്ന് സങ്കല്പിച്ച് നോക്കുക. എല്ലാ ആകാശങ്ങളുടെയും ഇടയിൽ അത്ര ദൂരമുണ്ട്. എന്നിട്ട് 7ാമത്തെ ആകാശത്തിൻ്റെ മുകളിൽ ഒരു ജലാശയമാണ്, ഒരു വലിയ ജലാശയം. ആ ജലാശയത്തിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അർശുള്ളത്. വക്കാന അർശുഹു അലൽ മാ, ഖുർആൻ പറയുന്നുണ്ട്. അവൻ്റെ അർശുള്ളത് വെള്ളത്തിൻ്റെ മുകളിലാണ്. പക്ഷേ ഇതൊന്നും ആർക്കും കണ്ടെത്താൻ കഴിയില്ല. ഈ വഹീനെ ഇത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ, ഖുർആനും ഹദീസിനൊക്കെ ഇത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത് റഫഅ സംകഹ ഫസവ്വാഹ, റഫഅ സംകഹ ഫസവ്വാഹ. സുബ്ഹാനല്ലാഹ്, തീർന്നില്ല. അപ്പോൾ ആകാശം കഴിഞ്ഞു. ഇനി വേറെ പറയാണ് വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ. അവിടെ ഓതുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. 2 ഒരേ സ്വരത്തിൽ വരുന്ന 2 അക്ഷരങ്ങൾ, ചെറിയ വ്യത്യാസമുള്ളൂ, ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഏതാ? ഹ ഹ. ദുഹാഹ. 2 ഹ അല്ല. ആദ്യത്തേത് ഹ ആണ്, രണ്ടാമത്തേത് ഹ ആണ്. വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ. വഅഗ്തശ, അഗ്തശ, ഗതശ എന്നൊക്കെ പറഞ്ഞാൽ ഇരുട്ടുള്ളതാക്കിയെന്ന്. വഅഗ്തശ, അവൻ ഇരുട്ടിയതാക്കുകയും ചെയ്തു. ഇരുട്ടിയതാക്കുകയും ചെയ്തു. എന്നുള്ള അർത്ഥമാണ്.
വഅഗ്തശ എന്തിനെ? ലൈലഹ അതിൻ്റെ രാത്രിയെ. ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി. ലൈലഹ അതിൻ്റെ അല്ലെങ്കിൽ അതിലെ രാത്രിയെ. വഅഖ്റജ ഖറജ അറിയാലോ. അഖ്റജ ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. അഖ്റജ എന്ന് പറഞ്ഞാൽ പുറപ്പെടുവിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ പ്രത്യക്ഷപ്പെടുത്തി. വഅഖ്റജ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. ദുഹാഹ ദുഹ എന്ന് പറഞ്ഞാൽ ദുഹാ സമയം അറിയാലോ. സലാത്തു ദുഹ ഒക്കെ കേട്ടിട്ടില്ലേ? സലാത്തു ദുഹ ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താ? ദുഹാ സമയം വെളിച്ചം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. വെളിച്ചം അതാണ് ദുഹ. അതുകൊണ്ടാണ് വെളിച്ചം എന്നിവിടെ അർത്ഥം പറഞ്ഞത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പകലാണ്. വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ. വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ. വഅഗ്തശ ലൈലഹ അതിലെ രാത്രിയെ അവൻ ഇരുട്ടാക്കി. ആകാശത്ത് രാത്രി ഉണ്ടാക്കി. ആ രാത്രിക്ക് എന്ത് കൊടുത്തു? രാത്രി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സ്വഭാവമാണ് എന്ത്? ഇരുട്ട്. രാത്രി എന്ന് പറഞ്ഞാൽ എന്താ? ഇരുട്ട. വെളിച്ചം കത്തിക്കണം, ലൈറ്റ് ഇടണം, കറണ്ട് വേണം. മാത്രമല്ല വഅഖ്റജ അവൻ പുറപ്പെടുവിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. എപ്പോഴും രാത്രിയാണോ? അല്ല. രാത്രിയെ എന്താക്കി? ആ രാത്രിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുത്തി. എന്ത്? ദുഹാഹ പകലിനെ, വെളിച്ചത്തെ. വഅഖ്റജ ദുഹാഹ. അപ്പോൾ വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ. ആകാശം കഴിഞ്ഞാലുള്ള വലിയ ഒരു അത്ഭുതം പറയാണ്. അള്ളാഹുവിൻ്റെ ആയത്ത് പറയാം. ഇതൊന്നും ഉണ്ടാക്കി അത്ര പ്രയാസമല്ലല്ലോ നിങ്ങളെ രണ്ടാമത് ജീവിപ്പിക്കാൻ. എന്താ? വഅഗ്തശ ലൈലഹ അതിലെ രാത്രിക്ക് അവൻ ഇരുട്ട് നൽകി. രാത്രിക്ക് ഇരുട്ടാ. വഅഖ്റജ ദുഹാഹ അതിലെ പകലിനെ, അതിലെന്ന് പറഞ്ഞാൽ ഈ സമാഇലെ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. അഗ്തശ ലൈലഹ എന്തിനാണ് രാത്രി ഉണ്ടാക്കി? അള്ളാഹു ഉണ്ടാക്കിയ ഒരു അത്ഭുതമാണ് രാത്രി. എന്തിനാണ് രാത്രി എന്ന് പറഞ്ഞ സമയം? ഉറങ്ങാൻ വേണ്ടി, സമാധാനത്തിന് വേണ്ടി, റാഹത്തിന് വേണ്ടി. ലിതസ്കുനൂ ഫീഹ അള്ളാഹു അങ്ങനെ പറഞ്ഞു. രാത്രിയെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി. രാത്രിയാകുമ്പോൾ ഒരു സമാധാനമാണല്ലോ. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. കണ്ണ് മുറുക്കി ചിമ്പി കുറച്ച് നേരം ഉറങ്ങിയാൽ തന്നെ, ഇരുട്ടത്ത് കിടന്നുറങ്ങിയാൽ തന്നെ എല്ലാ ക്ഷീണവും എന്താണ്? പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതം അല്ലേ? രാത്രിയെ മആശാക്കി, പകലിനെ വന്നഹാറ മആശ വജഅൽന ലൈല ലിബാസ വജഅൽന നഹാറ മആശ. രാത്രിനെ വസ്ത്രമാക്കി മനുഷ്യനിങ്ങനെ ഒരു മറവിൽ മൂടിപ്പൊതച്ച് ഉറങ്ങാനുള്ള രാത്രി. എന്നാൽ പകലോ മആശിനുള്ളതാണ്. മഈശത്ത് തേടാനുള്ളതാണ്. അതാണ് മആശ് എന്ന് പറഞ്ഞത്. വഅഖ്റജ ദുഹാഹ എന്ന് പറഞ്ഞാൽ അതാണ്. ആ സൂര്യൻ്റെ, ആകാശത്ത് നിന്ന് സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ എന്തുണ്ടായി? പകലുണ്ടായി. അതാണ് അഖ്റജ ദുഹാഹ. വൈകുന്നേരമായപ്പോൾ എന്തായി? ആ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ അങ്ങോട്ട് തടഞ്ഞു. അപ്പോൾ എന്തായി? ഇരുട്ടായി. അതാണ് അഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ. ഇതിങ്ങനെ എല്ലാ ദിവസവും മാറി വരികയാണ്. രാവ് മാറി ഇരുട്ട് വരും, പകൽ വരും, പകൽ മാറി രാത്രി വരും. എങ്ങനെയാണ് വരുന്നത്? അത് വലിയ ഹിക്മത്തല്ലേ? വലിയ ഒരു തദ്ബീറില്ലേ അതിൻ്റെ പിന്നിൽ? ആർക്കാണ് അങ്ങനെ ചെയ്യാൻ കഴിയുക? അള്ളാഹുവിനല്ലാതെ മറ്റാർക്കെങ്കിലും ചെയ്യാൻ കഴിയും. അതല്ല, ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ്. ഈ രാത്രി വെറുതെ ഉണ്ടാകുക, ഒരു ഹിക്മത്തുമില്ലാതെ വെറുതെ ഉണ്ടാകണോ? അല്ലല്ലോ. രാത്രിക്ക് ശേഷം പകൽ വരുന്നു, പകലിന് ശേഷം വീണ്ടും പകൽ വരുന്നു, വീണ്ടും രാത്രി വരുന്നു. അതുപോലെ എന്ത് സംഭവിക്കും? നിങ്ങൾക്കിപ്പോൾ ജീവനുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളെന്താവും? മരിക്കും. പിന്നെ നിങ്ങളെന്താവും? ജീവിക്കും. ഏതുപോലെ? അഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ. അതുപോലെ. നിങ്ങൾ എന്തിനാ ഈ സംശയിക്കണേ? ഇനിയും
വീണ്ടും നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കും എന്നതിൽ നിങ്ങൾ എന്തിനാ സംശയിക്കുന്നത്? നിങ്ങൾ കാണുന്നില്ല, എല്ലാ ദിവസവും രാത്രിയാകുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പകലാകുന്നു, വീണ്ടും രാത്രിയാകുന്നു, നിങ്ങൾ കാണുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, ഒരു വലിയ തെളിവായി അള്ളാഹു ഉദ്ധരിക്കുകയാണ്. അഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് രാത്രിയെക്കുറിച്ചും പകലിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത്. ഒരു സ്ഥലത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മുഴുവൻ സമയവും രാത്രിയായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഭയങ്കര ചോദ്യമല്ലേ? നിങ്ങളെന്താ ചെയ്യാം? എന്ത് ചെയ്യാനല്ലേ? മുഴുവൻ സമയവും പിന്നെ പകലായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഭയങ്കര ചോദ്യമാണ് അള്ളാഹുവിൻ്റെ. അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. സൂറത്തു ഖസസിലാണ്. സൂറത്തു ഖസസിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, 71-ാമത്തെ വചനം, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. നബിയെ പറഞ്ഞു കൊടുക്ക്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിങ്ങൾക്ക് രാത്രിയെ, എന്നും രാത്രി, എപ്പോഴും രാത്രി, രാത്രിയെ സർമദൻ ശാശ്വതമാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ? മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ. ഏതൊരു ഇലാഹാണ് നിങ്ങൾക്ക് കുറച്ച് വെളിച്ചം കൊണ്ടുവന്ന് തരാം? കിട്ടുമോ? അഫലാ തസ്മഊൻ. നിങ്ങൾ എന്തത് കേൾക്കണില്ലേ? നിങ്ങൾ മനസ്സിലാക്കണില്ലേ? വേറെ ആർക്കും കഴിയില്ല. വീണ്ടും ചോദിക്കണ്ട്, ഖുൽ അറഅയ്തും, അതിൻ്റെ നേരെ വിപരീതം, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. പകലാക്കി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, പകലാക്കി. ഖിയാമത്ത് നാൾ വരെ എന്നും പകലന്നെ, രാത്രിയില്ല. മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈൽ. ഏതൊരു ഇലാഹ നിങ്ങൾക്ക് കുറച്ച് ലൈലുമായി വരിക, രാത്രിയുമായി വരിക, തസ്കുനൂന ഫീഹി, നിങ്ങൾക്കതിൽ വിശ്രമിക്കാൻ. അപ്പോൾ അതിനുള്ളതാണ് എന്ത്? ലൈൽ എന്ന് പറഞ്ഞു. ഇത് ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ സംശയിക്കരുത്. രാത്രിക്ക് ശേഷം പകൽ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട്, പകലിന് ശേഷം രാത്രി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കും എന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? സംശയിക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? വഅഖ്റജ ദുഹാഹാ വൽ അർള ബഅദ ദാലിക ദഹാഹാ. വൽ അർള ബഅദ ദാലിക ദഹാഹാ. അടുത്ത വലിയ അത്ഭുതം കാണിച്ചില്ല. വൽ അർദ, ഭൂമിയെയും, സമാ അർള്, ബഅദ ദാലിക, അതിനുശേഷം എന്ത് ചെയ്തു? ദഹാഹ. ദഹ എന്ന് പറഞ്ഞാൽ വികസിപ്പിച്ചു, വലുതാക്കി, വിസ്താരമാക്കി, വിസ്തീർണമാക്കി, വിസ്തൃതമാക്കി, അങ്ങനെയൊക്കെയാണ് ദഹാഹ. അതിനെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു. വൽ അർദ, ഭൂമിയെയും, ബഅദ ദാലിക, സമാഇനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി സമായിലുള്ള അത്ഭുതം പറഞ്ഞു. സൂര്യൻ ഇങ്ങനെ വരുന്നു, വെളിച്ചം വരുന്നു, സൂര്യൻ പോകുന്നു, ഇരുട്ട് വരുന്നു. പിന്നെ വൽ അർദ ബഅദ ദാലിക ദഹഹ, അതിനുശേഷം അവൻ ഭൂമിയെ വികസിപ്പിച്ചു. ദഹാഹ. ദഹ എന്ന് പറഞ്ഞാൽ അതാണ് ദഹ. എന്താണ് ദഹ? എങ്ങനെയാണ് വികസിപ്പിക്കുന്നത്? മനുഷ്യന് അവിടെ ജീവിതം സാധ്യമാകുന്ന രൂപത്തിൽ ഭൂമിയെ എന്ത് ചെയ്തു? വികസിപ്പിച്ചു. മനസ്സിലായില്ലേ? വലിയൊരു സൂചന ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയെ മനുഷ്യവാസത്തിന് അനുയോജ്യമാകുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചു. അതാണ് എന്ത് പറഞ്ഞത്? ദഹ എന്ന് പറഞ്ഞാൽ അതാ, അല്ലാതെ പരത്തി എന്നല്ല. ഭൂമി പരന്നിട്ടാണ് എന്ന് ഖുർആനിൽ എന്ന് പറയണ്ട, പരത്തി എന്നല്ല. അത് എല്ലാം നൽകി വികസിപ്പിച്ചു. അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഭൂമി വിശാലമാണ്. ആളുകൾ ഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭൂമിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു, ഭൂമിയിൽ വലിയ ബിൽഡിങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതെങ്ങനെ? അത് ദഹ എന്നതിൽ നിന്ന് വന്നതാണ്. ദഹാഹ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ചത് ആകാശത്തെയാണ്. അതാണ് ആദ്യം പറഞ്ഞത്. മനസ്സിലായില്ലേ? ആകാശത്തെ സൃഷ്ടിച്ചു, പിന്നെ ഭൂമിയെ സൃഷ്ടിച്ചു. മനസ്സിലായല്ലോ? പിന്നെ ഭൂമിയെ സൃഷ്ടിച്ചു. വീണ്ടും അള്ളാഹു
ഭൂമിയെ സംവിധാനിച്ചു. ദഹാഹ, അങ്ങനെയാണ്, മനസ്സിലായില്ലേ? സംവിധാനിച്ചു എന്ന് പറഞ്ഞാൽ അതിലെല്ലാ സാധനവും. അതിൻ്റെ വിശദീകരണത്തിൽ സഹാബത്ത് പറയുന്നുണ്ട്, ഖലഖല്ലാഹുൽ അർദ ബി അഖ്വാതിഹ, എല്ലാ തരം കൂത്തുകളും, മനസ്സിലായില്ലേ? അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ചെയ്തത്. വൽ അർള ബഅദ ദാലിക ദഹാഹ, വൽ അർള ബഅദ ദാലിക ദഹാഹ. അപ്പം ആകാശങ്ങളെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു. ഒരുപാട് സ്ഥലത്ത് ഇത് പറയുന്നുണ്ട്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅൻ ثم استوى إلى السماء فسواهن سبع سماوات. അങ്ങനെ. അപ്പോൾ ആദ്യം ആകാശത്തെ സൃഷ്ടിച്ചു, പിന്നെ ഭൂമിയിലേക്ക് വന്നു, ഭൂമിയെ സൃഷ്ടിച്ച് സംവിധാനിച്ചു, പിന്നെയാണ് ആകാശത്തെ 7 അടുക്കുകളാക്കി മാറ്റുന്നത്. വൽ അർള ബഅദ ദാലിക, അതാണ് ബഅദ ദാലിക പറഞ്ഞത്. ബഅദ ദാലിക, അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആകാശത്തെ ഇങ്ങനെ സംവിധാനിച്ച ശേഷം വീണ്ടും ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് ഭൂമിയിൽ എന്താക്കി? ദഹാഹ, ഭൂമിയിൽ ആവശ്യമായ എല്ലാ വ്യവസ്ഥകളും ചെയ്തു വെച്ചു. എല്ലാം, ഭൂമിയിലില്ലാത്ത ഒന്നുമില്ല, മനുഷ്യന് വേണ്ട എല്ലാം. ദലൂലൻ, ദലൂലൻ അള്ളാഹ് പറഞ്ഞ സൂറത്തുൽ മുൽക്ക് പറയുന്നില്ലേ, ദലൂലൻ ഫംശു ഫീ മനാകിബിഹാ. അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമായി പറയാം, ഭൂമിയെ നിങ്ങൾക്ക് ദലൂലാക്കി, വിധേയമാക്കി. നിങ്ങൾക്ക് കൊത്താം, നിങ്ങൾക്ക് മാന്താം, നിങ്ങൾക്ക് പൊട്ടിക്കാം, നിങ്ങൾക്ക് കുഴിക്കാം, ഒക്കെ ചെയ്യാം. ഭൂമി ഇങ്ങോട്ട് ഒന്നും ചെയ്യണില്ല. എത്ര ശക്തിയുള്ള പിക്കാസ് എടുത്ത് വെട്ടിയാലും ഭൂമി ഒന്നും ചെയ്യണില്ല. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതം. അതാണ് ദലൂൽ എന്ന് പറഞ്ഞാൽ. ദലൂൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ മൃഗങ്ങൾക്കൊക്കെ പറയുന്ന വാക്കാ. നമ്മളില്ലേ മെരിക്കിയ മൃഗങ്ങളില്ലേ, മെരിക്കിയ നായ, മെരിക്കാറിനെ മനസ്സിലായി, നമുക്ക് പറ്റിയമാതിരി ആക്കി തീർക്കണേ, വളർത്തണേ. അപ്പം അതിനെന്ത് ചെയ്യാം? അതേമാതിരിയാണ് ഭൂമി. എന്നിട്ട് പറയാം ഫംശൂ ഫീ മനാകിബിഹാ, നിങ്ങളതിൻ്റെ ഏത് ഭാഗത്ത് കൂടിയും പോയിക്കൂടി, ഒരു പ്രശ്നമില്ല. വകുലൂ മിൻ റിസ്ഖിഹി, എന്നിട്ട് അള്ളാഹു വാരി വിതറിയ റിസ്ഖ് നിങ്ങൾ എടുത്തോളൂ. ഭയങ്കര അത്ഭുതമാണ്. എന്നിട്ട് ഭൂമിയെ ദഹാഹ എന്നതിൻ്റെ ഒരു വിശദീകരണവും കൂടി പറയാം. എന്താണ്? അഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ. അഖ്റജ നേരത്തെ വന്നല്ലോ, അഖ്റജ ദുഹാഹ, അവിടെ അഖ്റജ വന്നല്ലോ. അഖ്റജ അവൻ പുറത്തു കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവൻ ഉൽപ്പാദിപ്പിച്ചു. അഖ്റജ അതൊക്കെ അതാണ്. അഖ്റജ മിൻഹാ മിനൽ അർദ്, ഭൂമിയിൽ നിന്ന്. മിൻഹാ, ഹാ എന്ന് പറയാൻ കാരണം അർദ് മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക, അർദ് ഫീമെയിലായിട്ടാണ് ഉപയോഗിക്കുക. അതാണ് മിൻഹാ. അഖ്റജ മിൻഹാ എന്ത്? മാഅഹാ, അതിലെ വെള്ളം. ഭൂമിയിൽ നിന്നാണ് വെള്ളം കിട്ടിയേ. മാഅഹാ, വെള്ളം മാത്രമല്ല, വ മർആഹ, മർആ, റഅ യർആ എന്ന് പറഞ്ഞാൽ ഈ കന്നുകാലികളൊക്കെ മേക്കൂലേ, തിന്നാൻ വിടൂലേ, നല്ല പുല്ലൊക്കെ ഉള്ള പച്ചപ്പുള്ള സ്ഥലത്ത്, അതിനാണ്, ആ സ്ഥലത്തിനാണ് മർആ പറയുന്നത്. മർആ, അതാണ് ഇവിടെ സസ്യജാലങ്ങൾ എന്ന് പറഞ്ഞത്. മർആഹ, ഭൂമിയിൽ എന്തുണ്ടാക്കി അള്ളാഹു? 2 സാധനം ഉണ്ടാക്കി. ഒന്ന് മാ, 2 മർആ. അഖ്റജ മിൻഹാ, ഭൂമിയിൽ നിന്ന് അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവന്നു. മാഅഹ, വെള്ളം. വെള്ളത്തോടൊപ്പം എന്തു കൊണ്ടു? മർആഹ, സസ്യജാലങ്ങളെയും കൊണ്ടുവന്നു. അപ്പം അതിൽ നിന്ന്, അഥവാ ഭൂമിയിൽ നിന്ന് അതിലെ വെള്ളവും സസ്യജാലങ്ങളും അവൻ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ഭൂമി ഭയങ്കര അത്ഭുതമല്ലേ? എല്ലാ ജീവൻ്റെയും അടിസ്ഥാനം എന്താ? വെള്ളമാണ്. വെള്ളവും മാഉം മർആയുമാണ്. മാഉം മർആയും ഇല്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. കൃഷി ചെയ്തല്ലേ നമ്മൾ ജീവിക്കണേ, അല്ലേ? കൃഷി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. വെള്ളം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അടിസ്ഥാനമാണ് ഇത് രണ്ടും. മനുഷ്യൻ്റെ മാത്രമല്ല, എല്ലാ ഹയവാനുകളുടെയും, ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ഇത് രണ്ടും വേണം.
മാവും വേണം, മറഅയും വേണം, സസ്യങ്ങളും വേണം, അതുപോലെ വെള്ളവും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല, അതാണ് ഭയങ്കര അത്ഭുതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബഅസിനെ, പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നിടത്ത് മുഴുവൻ പറയുന്നത് ഭൂമിയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും മാത്രം. വരണ്ട് കിടക്കുന്ന ഭൂമി, ഒരുപാട് സ്ഥലത്ത് ഖുർആൻ പറയാം, വരണ്ട് കിടക്കുന്ന ഭൂമി. അവിടെയൊക്കെ ഒരു മഴ പെയ്താൽ എന്താണ്ടാണ്? മുളച്ചങ്ങനെ പൊന്തുക. ആരവിടെ ഇട്ടത്? മുളച്ചങ്ങനെ പൊന്തുക. 10 കൊല്ലം മുമ്പോ 20 കൊല്ലം മുമ്പോ ഒക്കെ നമ്മൾ ഇട്ടതും ഇപ്പം മുളച്ച് പൊന്തും. എപ്പോഴാണ് പൊന്തുന്നത്? ഒരു മഴ ഇങ്ങോട്ട് പെയ്ത. എന്താണ് അപ്പം മഴയിലുള്ളത്? അപ്പം മഴ ഒന്നുമല്ല, മഴ വെള്ളമൊന്നുമല്ല, അതിൽ ജീവൻ നൽകുന്ന സാധനമുണ്ട്. അതുകൊണ്ടല്ലേ ജീവനായി വരുന്നത് എല്ലാത്തിനും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നോക്കൂ, അങ്ങനെയാണെങ്കിൽ എന്തിനങ്ങൾ സംശയിക്കണമെന്നേ? നിങ്ങൾ എല്ലായിപ്പോയി, ഞുരുമ്പിപ്പോയി, മണ്ണായിപ്പോയി, പിന്നെ ഉണ്ടാവുമല്ലേ? നിങ്ങൾ കാണുന്നില്ലേ ഉണ്ടാകണേ? ഭൂമിയിലുണ്ടാകണ നിങ്ങൾ കാണുന്നില്ലേ? അപ്പം അത് ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കൂ, ഓരോ വെള്ളത്തുള്ളിയും, ആ വെള്ളത്തുള്ളി വീണത് കാരണമുണ്ടാകുന്ന ഓരോ സസ്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താ? അല്ലാഹു ഖാദിറുൻ അൻ യബ്അസക ബഅദ മൗതിക്. അല്ലാഹു ഖാദിറുൻ അൻ യബ്അസക ബഅദ മൗതിക്. നിന്റെ മരണശേഷം നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, നിന്നെ ജീവിപ്പിക്കാൻ അല്ലാഹു എന്താണ്? കഴിവുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. അതാണ്. നോക്കൂ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള നിഅമത്തുകളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയാണ്! ഭയങ്കര അത്ഭുതമല്ലേ? സൂറത്തു നഹ്ലിൽ മുഴുവൻ അതാ പറയുന്നത്. എന്തൊരത്ഭുതം! ഈ ഭൂമിയിലെ മണ്ണ് എന്ന് പറഞ്ഞ സാധനം എന്തൊരു അത്ഭുതമുള്ളൊരു സാധന. ഒരൊറ്റ വിത്തയിലിട്ടാൽ എത്രയും മുളച്ചു വന്നിന്. അതിന് എത്ര എണ്ണം ഉണ്ടാണ്? ഇതൊന്നും എൻ്റെ വാക്കല്ല കേട്ടോ, അള്ളാഹുവിൻ്റെ വാക്ക. അള്ളാഹുവിൻ്റെ വാക്ക. തൊട്ടടുത്ത ഭൂമിയിൽ പല ഇനം, അല്ലേ, പല ടേസ്റ്റ് ഉള്ളത്. ഒന്ന് പുളിയുള്ളത്, ഒന്ന് മധുരമുള്ളത്, ഒന്ന് ചമർപ്പുള്ളത്, ഒന്നുമില്ലാത്തത്. ഒരേ ഭൂമി, ഒരേ മണ്ണ്, ഒരേ വെള്ളം. എങ്ങനെ? സുബ്ഹാനല്ലാഹ്. അഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ. അഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ. ഭയങ്കര. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മൾ ഒരിക്കലും ചിന്തിച്ചാൽ അവസാനിക്കാത്തതാണ് ഇതൊക്കെ, അള്ളാഹു ഉണ്ടാക്കി വെച്ച ഈ സാധനങ്ങളൊക്കെ. എന്ന് മാത്രമല്ല, വൽ ജിബാല അർസാഹ. വൽ ജിബാൽ, ഭൂമിയിൽ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ വെള്ളമല്ല, സസ്യങ്ങളല്ല, ഒന്നുമല്ല, ജിബാലുകളാണ്, പർവ്വതമാണ്. നമ്മൾ പർവ്വതത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിന്ന് നോക്കി, നല്ല മലയൊക്കെ, ഭയങ്കര അത്ഭുതം. സഹ്യപർവ്വതത്തിൻ്റെ ഒക്കെ അടുത്ത് പോയി നോക്കണ്ടേ? നമ്മൾ അതിർത്തിയിലുള്ള പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കണ്. പാലക്കാടൊക്കെ പോയി ഇങ്ങനെ നിന്ന് നോക്കിയാൽ എന്താ ഈ പർവ്വതം? നമ്മൾ പറയും കേരളത്തിനെയും തമിഴ്നാടിനെയും വേർതിരിക്കാൻ വേണ്ടിയുള്ള അതിർത്തി. അത് മനുഷ്യൻ പറഞ്ഞതാ, ഒന്നല്ല. വൽ ജിബാല, മലകൾ. അതെന്തിനാ? മലകളെ അർസാഹ. അർസ, ഈ കപ്പലൊക്കെ നങ്കൂരിടുന്നതിനാണ് എന്ത് പറയാ? അർസ എന്ന് പറയാം. നങ്കൂരിടുക എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ കപ്പൽ അങ്ങോട്ട് കൊണ്ടും ഇളകൂല, അതാണ് അർസ. വൽ ജിബാല അർസാഹ. അർസാഹ, അർസ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു. പർവ്വതങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്താ ഉറപ്പിച്ചു നിർത്തിയത്? ഭൂമിയെ പർവ്വതം കൊണ്ട് എന്താക്കി? ഉറപ്പിച്ചു നിർത്തി. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്, ഭൂമി നിങ്ങളെയും കൊണ്ടിങ്ങനെ ആടാണ്ടിരിക്കാൻ. മനസ്സിലായില്ലേ? സുബ്ഹാനല്ലാഹ്. ഈ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ബാലൻസിങ് നിലനിർത്തുന്നത് ആരാ? ഈ പർവ്വതമാണ്. നമ്മൾ സൂറത്തു നബയിൽ പറഞ്ഞില്ലേ, ഔത്താദ് എന്തിനാ? വത്തത് എന്ന് പറഞ്ഞാൽ കുറ്റിയല്ലേ, കുറ്റി പൂള് എന്നൊക്കെയാണല്ലോ.
എന്തിനാ രണ്ടായാലും? പൂളെന്തിനാ വെക്കല്? ആടാണ്ടിരിക്കാൻ. കുറ്റി എന്തിനാ കിട്ടണത്? വലിച്ചു കെട്ടാൻ. അതാണെന്ത്? പർവ്വതം. അപ്പൊ അർസാഹ, ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന രീതിയിൽ പർവ്വതങ്ങളെ അവൻ ഉണ്ടാക്കി. സുബ്ഹാനല്ലാഹ്. ഇവരോട് പറയണ അതാണ്. നോക്കൂ, ഈ മഹാപർവ്വതങ്ങളെ കൊണ്ടുവന്ന് ഭൂമി കാണിയായി ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ, എന്നിട്ട് ഈ ഭൂമിയുടെ സന്തുലിതത്വം, ഭൂമി ചെരിഞ്ഞു പോകാതെ ചാഞ്ഞു പോകാതെ നിലനിർത്താൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ, വീണ്ടും നിങ്ങളെ സൃഷ്ടിക്കൽ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ ഓരോ സാധനവും, ഈ പറഞ്ഞ ഓരോന്നും, അൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ. ഒന്ന് സമാ പറഞ്ഞു, അതിൻ്റെ രൂപം, നിർമ്മാണം, വ്യവസ്ഥ. റഫഅ സംകഹ വസവ്വാഹ, അതിൻ്റെ ഉയർച്ച, അതിലുള്ള വ്യവസ്ഥകൾ. വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ, ആ ആകാശത്ത് പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ സോഴ്സ്, പ്രകാശം പകലാകുന്നു, പകൽ പോയാൽ പിന്നെ ഇരുട്ട് വരുന്നു. സുബ്ഹാനല്ലാഹ്, ഭയങ്കര സംഭവമല്ലേ. വൽ അർള ബഅദ ദാലിക ദഹാഹ, അത് കഴിഞ്ഞിട്ട് ഭൂമിയെ എന്താക്കി? മനോഹരമാക്കി വികസിപ്പിച്ചു. അവിടെ ആവശ്യമുള്ള എല്ലാ സംസ്കരണ പ്രക്രിയകളും തന്നു. അവസാനം വൽ ജിബാല അർസാഹ, വൽ ജിബാല അർസാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, എവിടെയൊക്കെയാണ് മലകളുള്ളത്? മലകളെക്കുറിച്ച് വമ്പിച്ച ഗവേഷണം നടന്നിട്ടുണ്ട്. മലകൾ എവിടെയുള്ളത് അറിയോ? ഓരോ മലയുള്ളത് നമ്മൾ വിചാരിച്ചു എന്താ ഇവിടെ ഒരു പാറ, അപ്പുറത്ത് പാറയില്ലാത്ത, ഇവിടെ വലിയൊരു പാറ, അവിടെ ചെറിയ പാറ, അവിടെ വലിയ ഉയരമുള്ളൊരു മല. എന്താ? അള്ളാഹു വളരെ കണിശമായി നിർണയിച്ചുണ്ടാക്കിയതാണ് അവിടേക്ക്. മനസ്സിലായി? അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു അലീമാണ്. അള്ളാഹുവിനറിയാം എവിടെ വേണം എന്നുള്ളത്. അള്ളാഹു ഹക്കീമാണ്, അലീമാണ്. അള്ളാഹു തൻ്റെ ഹൽക്കുകളോട് റഊഫാണ്, റഹീമാണ്. അപ്പോൾ ഈ ഹൽക്കുകൾക്ക്, ഭൂമിയിലുള്ള മനുഷ്യർക്കോ മറ്റു ജീവജാലങ്ങൾക്കോ ഒരു കേടും വരാതെ നിൽക്കണം. അതിനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം. ഞാനിതാ പറഞ്ഞത്, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട എന്താ വെച്ചാൽ, ഖുർആന് ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ വഹയാട്ടോ, വഹയാണ്. മനുഷ്യൻ്റെ ചിന്തക്കോ ശാസ്ത്രത്തിനോ ഒന്നും പറയാൻ പറ്റാത്തതാണ് അതിലുണ്ടാകുക. ചിലപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അതിൻ്റെ ചെറിയ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലമ്മാ ഖലഖല്ലാഹുൽ അർള ജഅലത് തമീദ്, അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ചെറുങ്ങനെ ആടാൻ തുടങ്ങി. അതിൻ്റെ ആ രീതി നോക്കും. അപ്പോഴാണ് ഫഖലഖൽ ജിബാൽ, അപ്പോഴാണ് എന്ത് സൃഷ്ടിച്ചത്? പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്. ഫഅൽഖാഹ അലൈഹ, എന്നിട്ട് ഈ പർവ്വതങ്ങളെ എവിടെ കൊണ്ടുപോയിട്ടു? ഭൂമിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. ഫസ്തഖറത്, അപ്പം അങ്ങനെ ആടെയിരുന്ന ഭൂമി എന്തായി? ഇളക്കം നിന്ന് നേരെ നിന്നു. അപ്പം മലക്കുകൾക്ക് ഭയങ്കര അത്ഭുതമായി. ഫതഅജ്ജബത്തിൽ മലായിക മിൻ ഖൽഖിൽ ജിബാൽ, ഈ പർവ്വതങ്ങളുടെ സൃഷ്ടിപ്പ് കണ്ടിട്ട് മലക്കുകൾ ഭയങ്കര കൗതുകത്തോടെ നോക്കി നിന്നു. നമുക്കൊരു കൗതുകം തോന്നില്ല, നമ്മളവിടെ ഒരു മല ഇവിടെ ഒരു മല, അത്രേ പറയുള്ളൂ. ഇനിയൊന്ന് നോക്കി, നിങ്ങൾ മലൻ്റെ അടുത്ത് ചെന്ന് നോക്കി. അപ്പം അറിയും, മനസ്സിലായില്ലേ? എന്നിട്ട് മലക്കുകൾ അത്ഭുതത്തോട് കൂടി ചോദിച്ചു, യാ റബ്ബ് ഫഹൽ മിൻ ഖൽഖിക ഷൈഉൻ അശദ്ദു മിനൽ ജിബാൽ, റബ്ബേ നിൻ്റെ സൃഷ്ടിപ്പിൽ ഈ പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ള, കടുപ്പമുള്ള വല്ലതും ഉണ്ടോ? അള്ളാഹു മറുപടി പറഞ്ഞുണ്ട്. അതേതാ അറിയോ? ഇരുമ്പ, അൽ ഹദീദ്. ഇരുമ്പിന് എന്തുണ്ട്? പർവ്വതത്തേക്കാൾ ശക്തി. അപ്പം മലക്കുകൾ വീണ്ടും ചോദിച്ചു, ഫഹൽ മിൻ ഖൽഖിക ഷൈഉൻ അശദ്ദു മിനൽ ഹദീദ്, ഓക്കെ, ഈ ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള വല്ലതും ഉണ്ടോ? അള്ളാഹു മറുപടി പറഞ്ഞുണ്ട്. അതേതാ അറിയോ? അന്നാർ, തീയാണ്. ഇരുമ്പിനെ ശക്തിയല്ലേ തീക്ക്? അല്ലേ? തീയല്ലേ ഇരുമ്പിനെ
സുബ്ഹാനല്ലാഹ്. അപ്പോൾ വീണ്ടും മലക്കുകൾ ചോദിച്ചു, ഫഹൽ മിൻ ഖൽഖിക ഷൈഉൻ മിൻ അശദ്ദിന്നാർ, തീനേക്കാൾ ശക്തിയുള്ള വല്ലതുണ്ടോ? ഉണ്ടോ? അതെ, അള്ളാഹു പറഞ്ഞുണ്ട്. അതേതാ? അൽമാ, വെള്ളമാണ്. വീണ്ടും ചോദിച്ചു അവർ, ഈ വെള്ളത്തേക്കാൾ ശക്തിയുള്ള വല്ലതുമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതേതാ? റീഹ്, കാറ്റാണ്. മനസ്സിലായില്ലേ? വീണ്ടും അവർ ചോദിച്ചു, ഈ കാറ്റിനേക്കാൾ ശക്തിയുള്ള വല്ലതുണ്ടോ? ഉണ്ടോ? അള്ളാഹു പറഞ്ഞുണ്ട്. അതാരോ? ഇബ്നു ആദം. ആരാ? മനുഷ്യനാണ്. എന്നിട്ട് ഏത് മനുഷ്യനാന്ന് പറഞ്ഞു? യതസദ്ദഖു ബിയമീനിഹി യുഖ്ഫീഹാ മിൻ ഷിമാലിഹി. ആ മനുഷ്യൻ യതസദ്ദഖു ബിയമീനി, അവൻ്റെ വലത് കൈ കൊണ്ട് അവൻ സദഖ ചെയ്യും. യുഖ്ഫീഹാ മിൻ ഷിമാലിഹി, അവൻ്റെ ഇടത് കൈ പോലും അതെന്താവില്ല, അറിയില്ല. ആ മനുഷ്യനാണ് ഏറ്റവും ശക്തിയുള്ള ജീവി. സുബ്ഹാനല്ലാഹ്. ഭയങ്കര അത്ഭുതമാണ് യഥാർത്ഥത്തിൽ. ഇത് നോക്കൂ, ഇത് സത്യം ഞാൻ പറഞ്ഞാൽ നിങ്ങളോട്, ഇത് വഹയാണ്, അല്ലാതെ എന്തല്ല മനുഷ്യൻ്റെ ഏതെങ്കിലും രീതിയിലോ സയൻസിലോ ഒന്നും പറഞ്ഞതല്ല. അതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലാണ് ഈ പ്രപഞ്ചത്തെയൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയത്? നിങ്ങൾ ചിന്തിക്കുക, എന്തിനാണ് ഉണ്ടാക്കിയത്? ഇതൊക്കെ മതാഅൻ ലക്കും വലിഅൻആമിക്കും. സുബ്ഹാനല്ലാഹ്. മതാഅൻ ലക്കും, മതാ എന്ന് പറഞ്ഞാൽ ഉപയോഗം, വിഭവം എന്നൊക്കെയാണ്. മതാ, ഉപയോഗത്തിനായിട്ട്. അദ്ദുനിയ മതാ എന്ന് റസൂൽ പറഞ്ഞില്ലേ? അദ്ദുനിയ മതാ വഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്സാലിഹ. ദുനിയാവെന്നെ ഒരു മതാആണ്. ഈ ദുനിയാവിലുള്ള എല്ലാ സാധനവും എന്തിനുണ്ടാക്കിയതാ? മതാഅൻ ലക്കും, നിങ്ങൾക്കുള്ള ഉപയോഗത്തിനുള്ളത്. നിങ്ങൾക്ക് മാത്രമല്ല, വലി അൻആമിക്കും, വലി അൻആമിക്കും, നിങ്ങളുടെ കന്നുകാലികൾക്കും. സുബ്ഹാനല്ലാഹ്. മതാഅൻ ലക്കും വലി അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അത് ഭയങ്കര ഒരു അള്ളാഹുവിൻ്റെ വലിയ ഒരു അത്ഭുതമായി പറയും. ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു പ്രപഞ്ചത്തിലുള്ള മനുഷ്യന്, പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യന്, പ്രപഞ്ചത്തിൽ അവൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കുറേ പ്രതിഭാസങ്ങൾ എങ്ങനെ എണ്ണിപ്പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടിപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടി, അള്ളാഹു അവന് നൽകിയിട്ടുള്ള ഔദാര്യത്തെക്കുറിച്ച്, റഹ്മത്തിനെക്കുറിച്ച് അറിയാൻ വേണ്ടി, ഓരോന്നും ഈ പ്രപഞ്ചത്തിലുള്ള ആകാശവും ഭൂമിയും പർവ്വതങ്ങളും വെള്ളവും പ്രകാശവും ഇരുട്ടും, ഇതൊക്കെ എന്താണ്? മതാഅൻ ലക്കും, മതാഅൻ ലക്കും, മതാഅൻ ലക്കും വലി അൻആമിക്കും. അപ്പോൾ മതാഅൻ ലക്കും വലി അൻആമിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ, ഈ മതായികളൊക്കെ എന്താണ്? മനുഷ്യന് ഉപയോഗിക്കുക ഏതുവരെ? ഇലാഹീൻ, ഒരു സമയം വരെ. ഒക്കെ എന്താണ്? നിങ്ങൾ ആലോചിക്കുക, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നശിച്ചു പോവും. നമ്മൾ തന്നെ കാണും, ചിലപ്പം ചിലത് നമ്മൾ കാണാൻ ഉണ്ടാവില്ല. ഇതൊന്നും യഥാർത്ഥത്തിൽ നോക്കൂ, നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. ആകാശമോ ഭൂമിയോ വെള്ളമോ വെളിച്ചമോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച ചില വിഭവങ്ങൾ മാത്രമാണ്. ആ വിഭവങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. നോക്കൂ, രണ്ട് സംഗതികളെ അള്ളാഹു ഈ മനുഷ്യനിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. രണ്ട് കാര്യങ്ങൾ. എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യത്തിന് രണ്ടുത്തരേ ഉള്ളൂ. രണ്ടുത്തരേ ഉള്ളൂ. അത് മനുഷ്യനെ ഭൂമിയിൽ സുഖിക്കാനല്ല, ഭൂമിയിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാന്ന് പറഞ്ഞല്ലോ. മതാഅൻ ലക്കും, സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅൻ, ഒക്കെ നിങ്ങൾക്കുള്ളതാ. പക്ഷെ നിങ്ങൾക്ക് എന്തിനുള്ളതാ?
നിങ്ങൾക്ക് മതാആയിട്ട് ഉപയോഗിക്കാം. അതൊരു ലക്ഷ്യമായി നിങ്ങൾ കാണരുത്. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾ എന്തിന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒന്നാമതായി നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾ ഇബാദത്ത് ചെയ്യാനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്താണ് ഒന്നാമത്തെ ലക്ഷ്യം. എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ ഇബാദത്ത് ചെയ്യാൻ. എല്ലാവരും മനസ്സിലാക്കണം, ഇബാദത്ത് ചെയ്യാൻ. രണ്ടാമത്തേത് എന്താ? നമ്മളെ പരീക്ഷണം നടത്താൻ വേണ്ടി. പരീക്ഷണമാണ് രണ്ടാമത്തെ ലക്ഷ്യം. ഈ രണ്ടാലൊന്നേ ഉള്ളൂ. നമ്മളെ തോൽപ്പിക്കാനല്ല പരീക്ഷ, ജയിപ്പിക്കാനാണ്. വലിയ ഡിഗ്രി തരാൻ വേണ്ടിയാണ്, ഉയർന്ന ഡിഗ്രി തരാനാണ്. ദറജത്തുൻ ആലിയ, അതാണ് ഫിർദൗസുൽ അഅല എന്ന് പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്ന അതാണ്, മതാഅൻ ലക്കും വലിൽ അൽമുക്കും. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു തന്നിട്ടുള്ള ഈ മതാഅകളൊക്കെ എന്താവും? നശിച്ചു പോകും, നീങ്ങിപ്പോകും. മനസ്സിലായില്ലേ? നിങ്ങൾ ഓരോന്നിനും നിങ്ങളുടെ കണ്ണുകൾ ഓരോന്നിൻ്റെയും പിന്നാലെ നിങ്ങൾ കൊണ്ടുപോകും. നിങ്ങളുടെ ചിന്ത കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്തിനാണിത്. അള്ളാഹു ഈ സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇതൊക്കെ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ സംവിധാനിക്കാൻ അള്ളാഹുവിന് സാധിക്കുമെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളെയൊക്കെ വീണ്ടും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യം ചെയ്തു. ഒന്ന്, അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളിലൂടെ, ആയത്തുകളിലൂടെ നമ്മുടെ ഈമാനിനെ ഉറപ്പിച്ചു. മനസ്സിലായില്ലേ? അതോടൊപ്പം അതിനെ ബഅസുമായി ബന്ധിപ്പിച്ചു. പുനരുദ്ധാനവുമായി, പുനരുജ്ജീവിതവുമായി ബന്ധിപ്പിച്ചു. മനസ്സിലായില്ലേ? അള്ളാഹു മാത്രമാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ, സംവിധാനിച്ചവൻ. അള്ളാഹു മാത്രമാണ് ഭൂമിയെ വികസിപ്പിച്ചവൻ, അല്ലേ? അള്ളാഹു മാത്രമാണ് വെളിച്ചം നൽകുന്നവൻ. അള്ളാഹു മാത്രമാണ് വെള്ളം നൽകിയവൻ. ഒക്കെ അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹു എന്താണ്? ആ അള്ളാഹു ഖാദിറുൻ അലാ അൻ യബ്അസൽ ഖൽഖ ബഅദ മൗതിഹിം. മരണശേഷം ഈ സൃഷ്ടികളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ അതിലെന്ത് ചെയ്യണ്ട? സംശയിക്കണ്ട. മനസ്സിലായില്ലേ? നമുക്ക് രണ്ട് സംഗതികൾ കിട്ടണം. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ ഈ അത്ഭുതങ്ങൾ, അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള യഖീൻ നമുക്ക് ശക്തമാണ്. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. ആ യഖീൻ ഉണ്ടായാൽ, യഖീൻ ശക്തമായാൽ നമ്മൾ രക്ഷപ്പെടും. അല്ല നമ്മളിങ്ങനെയാണെങ്കിൽ, ആടുകയാണെങ്കിൽ പർവ്വതം പോലെ നമ്മളെന്താക്കണം? ഉറച്ചു നിൽക്കണം. അതാണ്. രണ്ടാമത്തേത്, ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും എന്നറിയോ? ഒന്ന്, നമുക്ക് ഭയങ്കര വിനയം ഉണ്ടാവും. കാരണം നമ്മളെന്താണ്? ഒരു പുഴുവാണ്, ഒന്നുമല്ല. മനസ്സിലായില്ലേ? രണ്ടാമത്തേത്, നമുക്ക് ഭയങ്കരമായ അള്ളാഹുവിനോട് ഭയങ്കരമായ ശുക്ർ വരും. ഇതൊക്കെ അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്നില്ലേ എന്നാൽ അള്ളാഹുവിനോട് ഭയങ്കരമായ നന്ദി തോന്നും. ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം. എല്ലാ ഇബാദത്തുകളും ഇത് രണ്ടിനുള്ളതാണ്. നമ്മൾ അബ്ദാകുകയാണല്ലോ, അടിമയാകുകയാണ്. അത് തവാളുവിന് വേണ്ടിയുള്ളത്, വിനയം ഉണ്ടാകാൻ വേണ്ടിയുള്ള. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു വിനയത്തോടു കൂടിയാണ് നമ്മൾ അള്ളാഹു പറഞ്ഞത് മാത്രം ചെയ്തല്ലേ നിസ്കരിക്കണേ. അങ്ങോട്ട് നോക്കൂല, ഇങ്ങോട്ട് നോക്കൂല. നമുക്ക് പല ആവശ്യമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യൂല. അത് തവാളുവിൻ്റെ അടയാളമാണ്. മനസ്സിലായില്ലേ? ഒരുപാട് നമ്മൾ ചെയ്യുന്നു, നിസ്കരിക്കുന്നു. എന്തിനാ? അത് അള്ളാഹുവിനോടുള്ള ശുക്ർ കൊണ്ട്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബഅസിനെ നിഷേധിക്കുന്ന ആളുകളുടെ മുമ്പിൽ, വീണ്ടും ഒരു പുനരുജ്ജീവിതമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെ തെളിവുകളായി ഉദ്ധരിച്ച് അവനോട് പറയാണ്, മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കണം, എന്നിട്ട് നിങ്ങൾ വിനയമുള്ളവരാകണം, നിങ്ങൾ ശുക്റുള്ളവരാകണം, നിങ്ങൾ അഹങ്കാരികളാകരുത്. മനസ്സിലായില്ലേ? ഇതെല്ലാം ചെയ്ത അള്ളാഹുവിന് നമുക്ക് രണ്ടാമതൊരു ജീവിതം നൽകാൻ, അല്ലെങ്കിൽ പരലോകമെന്ന മറ്റൊരു ലോകം സൃഷ്ടിക്കാൻ കഴിയാതെ വരുമോ? ആലോചിച്ച് നോക്കുക, എത്ര സിമ്പിളാ. വെറുതെ അല്ലേ ബഹളം വെക്കണത്?
അന്നല്ല പരലോകമല്ല എന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ലേ? ആലോചിച്ച് നോക്കൂ. അതല്ലേ ഈ നിത്യമായും നിത്യസത്യമാണല്ലോ ഇതൊക്കെ. ഈ പറഞ്ഞതൊക്കെ നിത്യസത്യമാണ്. ഒരു ദിവസം കാണുന്നതല്ല, ഏതെങ്കിലും ഐതിഹ്യമല്ല, എവിടെയും കെട്ടുകഥയല്ല, നിത്യസത്യമാണ്. എന്നും കണ്ടുകൊണ്ടിരിക്കുക. ഈ നിത്യസത്യങ്ങൾ വെച്ചുകൊണ്ടാണ് അള്ളാഹു മനുഷ്യരോട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്ക്, പുനരുദ്ധാന നാളിൽ വിശ്വസിക്ക്, അള്ളാഹുവിന് വിനയമുള്ളവരാക്, അള്ളാഹുവിന് ശുക്രുള്ളവരാക് എന്ന് പറയുന്നത്. ഇതാണ് ഈ ആയത്തുകളുടെ ചുരുക്കം. അപ്പോൾ നമ്മൾ മതഅലക്കും വലിയ നാമിക്കും 33-ാമത്തെ വചനം വരെ പഠിച്ചു. എല്ലാവരും ഒന്ന് നോക്കൂ. ഇത് ഇവിടുന്ന് തന്നെ പഠിച്ചു പോകണം എല്ലാവരും. അപ്പോൾ അത് ഭയങ്കര എളുപ്പമായിരിക്കും. മനസ്സിലായില്ലേ? 27-ാമത്തെ ആയത്ത് മുതലാണ്. കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചത് എല്ലാവരുടെ ഓർമ്മയിലുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും ഇങ്ങനെ റിവൈസ് ചെയ്യണേ. നോക്കൂ. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ. നമുക്കിതൊരു സുഖം എന്താ വെച്ചാൽ ഇതിന് ഓതുമ്പോഴേ നമുക്ക് ഈ ആകാശവും ഭൂമിയൊക്കെ ഇങ്ങനെ വരും നമ്മുടെ ഉള്ളിൽ. അതാണ് അപ്പോൾ തന്നെയാണ് ഈമാൻ ശരിയാകുക. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം നോക്കിക്കോളൂ. അതിൻ്റെ താഴെ നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടാൻ കൂടുതൽ പ്രയാസമുള്ളവൻ, അതല്ല ആകാശമാണോ? നമ്മളിങ്ങനെ മറുപടി പറയും നമ്മളെ ഉള്ളുകൊണ്ട്. അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു. വനാഹ. പിന്നെ അടുത്ത ആയത്ത് റഫഅ സംകഹാ ഫസവ്വാഹാ. മാഷാ അല്ലാഹ്. റഫഅ സംകഹാ ഫസവ്വാഹാ. അതിൻ്റെ വിധാനം അവൻ ഉയർത്തിയിരിക്കുന്നു. സംക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അതിൻ്റെ വിധാനം അവൻ ഉയർത്തുകയും അതിനെ അവൻ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പിന്നെ വഅഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ. അവിടെ അഗ്തശയാണ്, അതേ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഹ ഒന്നിച്ച് വന്നതും വഅഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ. അതെ, അങ്ങനെ പറഞ്ഞാൽ എന്താ? അതിലെ രാത്രിയെ അവൻ ഇരുട്ടാക്കുകയും അതിലെ പകലിനെ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വൽ അർദ ബഅദ ദാലിക ദഹാഹാ. ദഹാഹാ അവിടെ വന്നു കേട്ടോ. വൽ അർദ ബഅദ ദാലിക ദഹാഹാ. അതിനുശേഷം ഭൂമിയെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു, പിന്നെ ഭൂമി എന്ത് ചെയ്തു? വികസിപ്പിച്ചു. അഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ. മാഅഹാ ഒന്ന് ആ ആണ്, മറ്റത് ഹ ആണ്. അഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ. നേരത്തെ ഹ ഹ എന്നാ ഒന്നിച്ച് വന്നത്. ഇവിടെ ആ ഹ. നമ്മളെ നാമൊക്കെ ഒന്ന് ശരിയാവും. അഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ. അതിൽ നിന്ന് അതിലെ വെള്ളവും സസ്യജാലങ്ങളും അവൻ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു ഭൂമിയിൽ നിന്ന്. വൽ ജിബാല അർസാഹാ. വൽ ജിബാല അർസാഹ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളെ അവൻ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്തിരിക്കുന്നു. മനസ്സിലായല്ലോ? മതാഅൻ ലക്കും വലിഅൻആമിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ടാണ് എന്ത് ചെയ്തത്? ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ 27 മുതൽ
33 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇതെല്ലാവരും പഠിക്കുക. ഈ സൂറത്ത് മുഴുവനായിട്ട് ഇതുവരെ ആയിട്ട് എല്ലാവരും ഇതുവരെയുള്ളതൊക്കെ പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമുക്ക് സാക്ഷിയായി പറയുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.